കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. 27 നക്ഷത്രങ്ങൾക്കും ഓരോ നക്ഷത്രത്തിനും ഒരു ദേവതാ മന്ത്രം, ഒരു ദേവതയുണ്ട്. നമ്മളെല്ലാവരും ആ 27 നക്ഷത്രക്കാരും അവരവർക്ക് വിധിച്ചിട്ടുള്ള ദേവതയെ ദിനം പ്രതി പ്രാർത്ഥിച്ചും 108 തവണ 108 ജപിച്ചും സ്ഥിരമായി നമ്മുടെ നാവിലത് കൊണ്ടു നടക്കാൻ തുടങ്ങിയാൽ ഗ്രഹദോഷങ്ങളും ഗ്രഹദോഷം നിവർത്തി വരുത്തി ഗ്രഹശാന്തി ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഓരോ നക്ഷത്രക്കാർക്കും പറയുന്ന ഓരോ ദേവതമാരെയും നമ്മൾ 108 എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ജപിക്കുക. കഴിയുമെങ്കിൽ നിങ്ങളുടെ നാവിൻ തുമ്പത്ത് എല്ലായ്പ്പോഴും അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. തെറ്റുകൂടാതെ അതൊരു ഗുരുവിൽ നിന്ന് ഗ്രഹിച്ച് നിങ്ങളത് ജപിക്കാൻ ശ്രമിക്കുക. 27 നക്ഷത്രത്തിന്റെ ദേവതകൾ ആരെയൊക്കെയാണ്? അവരെയൊക്കെ ആ ദേവതകളെ വന്ദിക്കുക, ആ ദേവതകളെ പൂജിക്കുക. അവരുടെ പിതൃമന്ത്രങ്ങൾ ആ മന്ത്രങ്ങൾ നമ്മൾ നിരന്തരം ജപിക്കുക. ജീവിതത്തിൽ ഉയർച്ചയും ഭാഗ്യവും ഗ്രഹദോഷവും വരുന്ന സമയത്ത് ഈ മന്ത്രങ്ങൾ നമ്മളെ കാത്തുരക്ഷിക്കുമെന്നാണ് വിശ്വാസം. ആദ്യത്തെ നക്ഷത്രമാണ് അശ്വതി. അശ്വതി നക്ഷത്രത്തിലെ ദേവതകള് അശ്വിനി ദേവതകളാണ്. അതിനെ ജപിക്കേണ്ട മന്ത്രം ഓം അശ്വിനി കാമാരാധ്യം നമ. ഓരോ മന്ത്രവും തെറ്റുകൂടാതെ നോക്കി ജപിക്കുക. ഭരണി നക്ഷത്രത്തിന്റെ ദേവതകള് യമാനന നക്ഷത്രം, ഓം യമായ നമ. കാർത്തിക നക്ഷത്രത്തിന്റെ ദേവത അഗ്നിയാണ്, ഓം അഗ്നേയ നമ. അതാണ് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതാ മന്ത്രം. രോഹിണി നക്ഷത്രത്തിന്റെ ദേവത ബ്രഹ്മാവാണ്, ഓം ബ്രാഹ്മണേ നമ. മകേര നക്ഷത്രത്തിന്റെ ദേവത ചന്ദ്രനാണ്, ഓം ചന്ദ്രമാസേ നമ. തിരുവാതിര നക്ഷത്രത്തിന്റെ ദേവത ശിവനാണ്, ഭഗവാനാണ്, ഓം രുദ്രായ നമ. അതാണ് തിരുവാതിര നക്ഷത്രത്തിന്റെ മന്ത്രം. പുണർദം നക്ഷത്രത്തിന്റെ ദേവത അതിഥി ദേവനാണ്, ഓം അതിഥിയോ നമ. പുണർദം നക്ഷത്രത്തിന്റെ ദേവത അതിഥി ദേവനായതുകൊണ്ട് ഓം അതിഥിയേ നമ എന്ന് വേണം ജപിക്കാൻ. ഓം അതിഥിയേ നമ. പൂയം നക്ഷത്രത്തിന്റെ ദേവത ബൃഹസ്പതിയാണ്, ഓം ബൃഹസ്പതയേ നമ. ആയില്യം നക്ഷത്രത്തിന്റെ ദേവത സർപ്പമാണ്. ആയില്യം സർപ്പത്തിന്റെ നക്ഷത്രമാണ്, ഓം സർപ്പേഭ്യോ നമ. തെറ്റുകൂടാതെ ജപിക്കുക. ഓം സർപ്പേഭ്യോ നമ. മകം നക്ഷത്രത്തിന്റെ ദേവതകൾ പിതൃക്കളാണ്, ഓം പിതൃഭ്യോ നമ. പൂരം നക്ഷത്രത്തിന്റെ ദേവത ആര്യമാവ് എന്ന് പറയുന്ന ദേവതയാണ്, ഓം ആര്യാമണേ നമ. ആര്യാമണേ നമ. മായ്ക്ക് ചന്ദ്രക്കല കൊടുക്കണം. ആര്യാമണേ നമ. അതാണ് പൂരം നക്ഷത്രത്തിന്റെ ദേവതാ മന്ത്രം. ഉത്രം നക്ഷത്രത്തിന്റെ ദേവത ഭഗൻ ആണ്, ഓം ഭഗായ നമ. അത്തം നക്ഷത്രത്തിന്റെ ദേവത സൂര്യനാണ്. അത്തം നക്ഷത്രത്തിന് നമ്മൾ ജപിക്കേണ്ട മന്ത്രം ഓം ആദിത്യേ നമ. ചിത്ര നക്ഷത്രത്തിന്റെ ദേവത തുഷ്ടാവ്, തുഷ്ടാവ് എന്ന ദേവതയാണ്. അതിന് നമ്മൾ ജപിക്കേണ്ട മന്ത്രം ഓം വിശ്വകർമ്മണേ നമ. വിശ്വകർമ്മണേ നമ എന്ന മന്ത്രമാണ് ചിത്ര നക്ഷത്രക്കാർ നിരന്തരം ജപിക്കേണ്ടത്. ചോതി നക്ഷത്രത്തിന്റെ ദേവത വായുദേവനാണ്, ഓം വായവേ നമ. വായവേ നമ. വിശാഖം നക്ഷത്രത്തിന്റെ ദേവത ഇന്ദ്രാഗ്നിയാണ്, ഓം ഇന്ദ്രാഗ്നിധ്യം നമ. അനിഴം നക്ഷത്രത്തിന്റെ ദേവത മിത്രനാണ്, ഓം മിഥായ നമ. അനിഴം നക്ഷത്രത്തിന്റെ ദേവത ഓം മിഥായ നമ. തൃക്കേട്ട നക്ഷത്രത്തിൻ്റെത് ഇന്ദ്രനാണ് ദേവത, ഓം ഇന്ദ്രായ നമ. മൂലം നക്ഷത്രത്തിൻ്റെത് നിര്യതി എന്ന് പറയുന്നൊരു ദേവതയാണ്, നിര്യതി ദേവത, ഓം നിര്യതേ നമ. പൂരാട നക്ഷത്രത്തിന്റെ ദേവത ജലമാണ്. പൂരാട നക്ഷത്രത്തിന്റെ മന്ത്രം ഓം അദ്രഭ്യോ നമ. ഓം അദ്രഭ്യോ നമ. ഉത്രാട നക്ഷത്രത്തിന്റെ ദേവത വിശ്വദേവതയാണ്, വിശ്വദേവത ഓം വിശ്വദേവ്യോഭ്യോ നമ. തിരുവോണം നക്ഷത്രത്തിന്റെ ദേവത വിഷ്ണു ആണ്. തിരുവോണം നക്ഷത്രത്തിന്റെ ദേവത ഓം വിഷ്ണുവേ നമ. അവിട്ടം നക്ഷത്രത്തിന്റെ ദേവതകൾ വസുക്കൾ ആണ്, വസുക്കൾ, ഓം വസുഭ്യോ നമ. ചതയം നക്ഷത്രത്തിന്റെ ദേവത വരുണനാണ്, ഓം വരുണായ നമ. പൂരോരുട്ടാതി നക്ഷത്രത്തിന്റെ ദേവത അജയ്ക്പാദ്, അജയ്ക്പാദ് എന്ന് പറയുന്ന ഒരു ദേവതയാണ്, ഓം അഖൈകപാദേ. അഖൈകപാദേ ദേവത അജയ്കപാദാണ്. ജപിക്കേണ്ട മന്ത്രം ഓം അഖൈകപാദേ നമ.
ഉത്രട്ടാതി നക്ഷത്രത്തിന്റെ ദേവത അഹർ ബുദ്ധനി. അഹർ ബുധ, ബുധന്റെ ബുധ, നീ അഹർ ബുദ്ധനി. ഓം അഹർ ബുധന്യായ നമ. രേവതി നക്ഷത്രത്തിന്റെ ദേവത പുഷാവ് എന്ന് പറയുന്ന ദേവതയാണ്. ഓം പുഷ്ണേ നമ. ഇത്തരത്തില് 27 നക്ഷത്രങ്ങൾക്കും ദേവതകളുണ്ട്, ദേവതാ മന്ത്രങ്ങളുണ്ട്. നമ്മൾ ഈ മന്ത്രങ്ങളെ നിരന്തരം ജപിച്ചുകൊണ്ട് 108 തവണ എന്തായാലും നിരന്തരമായിട്ട് ജപിക്കുന്നതിനോടൊപ്പം തന്നെ 108 തവണ രാവിലെയും വൈകുന്നേരവും ജപിക്കുക. 1-2 വട്ടം തെറ്റുകൂടാതെ ഗുരുവിൽ നിന്ന് ജപിച്ചതിന് ശേഷം നിരന്തരം ജപിച്ചാൽ നിങ്ങൾക്ക് ഉയർച്ചയും ജീവിതത്തിൽ വളരെ ഗുണങ്ങളും സമ്പത്തും ഗ്രഹദോഷ ദോഷങ്ങളും എല്ലാം അകന്ന് ശാന്തി വരുന്നതാണ്.